അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയക്കാരനായ റൂബൻ ഗാലേഗോ ട്രംപ് ഭരണകൂടത്തിന് ഒരു കത്തെഴുതി. അമേരിക്കയിലേക്ക് വിദേശത്തു നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന H-1B വിസ പ്രോഗ്രാമിനെ കുറിച്ചാണ് അദ്ദേഹം കത്തിൽ പ്രധാനമായും സംസാരിക്കുന്നത്. ഈ വിസ പ്രോഗ്രാം വലിയ കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. 2025 ഡിസംബർ 3 അയച്ച ഈ കത്ത് അരിസോണയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ കൂടിയായ ഗാലേഗോ, തൊഴിൽ വകുപ്പ് സെക്രട്ടറി ലോറി ഷേവേഴ്സ് ഡിറേമർ, US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ, അറ്റോർണി ജനറൽ പമേല ബോണ്ടി എന്നിവർക്കാണ് നൽകിയത്. H-1B വിസ പ്രോഗ്രാമിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ തൊഴിൽ വകുപ്പ് പ്രൊജക്ട് ഫയർവാൾ എന്ന പേരിൽ ഒരു പദ്ധതി സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും H-1B വിസയിലെ തട്ടിപ്പുകൾ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചും ഗാലേഗോയ്ക്ക് ചില സംശയങ്ങളുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഈ സമയത്തും ടെക് കമ്പനികൾ H-1B വിസ വഴി വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ടെക്നോളജി, ബാങ്കിംഗ് മേഖലകളിൽ ഒരു ആശങ്കാജനകമായ പ്രവണതയുണ്ട്. അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനോടൊപ്പം തന്നെ കമ്പനികൾ H-1B വിസയിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നു എന്നാണ് അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നത്. വലിയ കമ്പനികൾ ഈ വിസ പ്രോഗ്രാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ട്രംപ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമുകൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ അത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും അതുവഴി അമേരിക്കൻ തൊഴിലാളികൾക്ക് നല്ല ശമ്പളമുള്ള ജോലികൾ സൃഷ്ടിക്കുമെന്നും ഗാലേഗോ സമ്മതിക്കുന്നുമുണ്ട്. അതിനാൽ ഇത്തരം പ്രോഗ്രാമുകൾ അമേരിക്കൻ ജീവനക്കാരെ മാറ്റി നിർത്താൻ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. അമേരിക്കൻ ടെക് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതിനിടയിലും H-1B വിസ വഴി വിദേശികളെ നിയമിക്കുന്നതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകളും സർവേകളും ഗാലേഗോ തൻ്റെ വാദങ്ങൾക്ക് പിൻബലമായി ഉദ്ധരിച്ചു. ട്രൂ ആപ്പ് എന്ന സ്ഥാപനം തയ്യാറാക്കിയ ടെക് ലേ ഓഫ് ട്രാക്കർ അനുസരിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ ടെക് കമ്പനികൾ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ 2025 സാമ്പത്തിക വർഷത്തിൽ ഇതേ കമ്പനികൾക്ക് 30,000-ലധികം വിദേശ H-1B തൊഴിലാളികളെ നിയമിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൻ്റെ H-1B എംപ്ലോയർ ഡാറ്റ ഹബ് ഉദ്ധരിച്ച് പറഞ്ഞു. ക്വാഡ്സ് എന്ന റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ടെക് തൊഴിലാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് പുതുതായി ബിരുദം നേടിയവർക്കിടയിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2023 ജനുവരിയിൽ 21-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ടെക് ഫയർവർക്സിൻ്റെ 15%. എന്നാൽ 2025 ജൂലൈ ആയപ്പോഴേക്കും ഇത് 6.7% കുറഞ്ഞു. 2023 ജനുവരിയിൽ 21-നും 25-നും ഇടയിൽ പ്രായമുള്ളവർ ടെക് വർക്ക്ഫോഴ്സിൻ്റെ 15%. എന്നാൽ 2025 ജൂലൈ ആയപ്പോഴേക്കും ഇത് 6.7% കുറഞ്ഞു. പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തിലുള്ളവർക്ക് തൊഴിൽ വിപണിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ബാങ്ക് ഓഫ് അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് അനുസരിച്ച് 2025 ജൂലൈയിൽ തൊഴിലില്ലാത്ത അമേരിക്കക്കാരിൽ 13% പേർ പുതിയതായി ജോലി അന്വേഷിക്കുന്നവരോ മുൻപരിചയമില്ലാത്തവരോ ആയിരുന്നു. അമേരിക്കൻ സ്വപ്നം യുവജനങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നു എന്ന് ഗാലേഗോ പലതവണ ആവർത്തിച്ചു. ഇതിന് കാരണം പല US ഉദ്യോഗസ്ഥരും ഇപ്പോൾ H-1B തട്ടിപ്പെന്ന് വിളിക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനു പുറമെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും യുവജനങ്ങൾക്ക് ജോലി കണ്ടെത്താൻ തടസ്സമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ബാങ്ക് ഓഫ് അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ശരാശരി വിദ്യാർത്ഥി ബിരുദ പഠനത്തിനായി $30,000 കടം വാങ്ങുന്നു. എന്നാൽ ഇതുപോലും ഇപ്പോൾ മതിയാകുന്നില്ല. 2020 മുതൽ വീടുകളുടെ വില 55.7% വർദ്ധിച്ചപ്പോൾ ശരാശരി ശമ്പളം വെറും 26.6% മാത്രമാണ് വർദ്ധിച്ചത്. NPR പ്രസിദ്ധീകരിച്ച കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവ് വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടും അദ്ദേഹം ഉൾപ്പെടുത്തി. ഈ റിപ്പോർട്ട് അനുസരിച്ച് 17 സംസ്ഥാനങ്ങളിൽ കുട്ടികളെ വളർത്താനുള്ള ചെലവ് വാടകയേക്കാൾ കൂടുതലാണ്. കൂടാതെ 38 സംസ്ഥാനങ്ങളിൽ ഇത് സംസ്ഥാനത്തിനകത്തുള്ള കോളേജ് ട്യൂഷൻ ഫീസിനേക്കാളും കൂടുതലാണ്. കത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് H-1B വിസ പ്രോഗ്രാം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെയും തൊഴിലാളികളെയും മെച്ചപ്പെടുത്താൻ സഹായിക്കണമെന്നും അവരെ മാറ്റി നിർത്താൻ പാടില്ലെന്നും ഗാലേഗോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൊഴിൽരഹിതരായ അമേരിക്കൻ ബിരുദധാരികളുടെയും കഴിവുള്ളവരുടെയും എണ്ണം കണക്കിലെടുക്കുമ്പോൾ അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിടുകയും അതേസമയം വിദേശ H-1B തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്യുന്ന കമ്പനികളുടെ നടപടി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്ന് അദ്ദേഹം ട്രംപ് ഭരണത്തോട് പറഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.